ഹലോ മൈ ഡിയർ സ്റ്റുഡൻസ്, ഇന്ന് ഞാനിവിടെ നിങ്ങൾക്ക് ക്ലാസ് എടുക്കുവാൻ പോകുന്ന പാഠത്തിലെ ഒരു ഭാഗം ഡബിൾ അക്കൗണ്ടിങ്, സിംഗിൾ അക്കൗണ്ടിങ്. ഡബിൾ അക്കൗണ്ടിങ്ങിൽ എങ്ങനെ പ്രോഫിറ്റ് കണ്ടുപിടിക്കുന്നു, സിംഗിൾ അക്കൗണ്ടിങ്ങിൽ പ്രകാരം എങ്ങനെ പ്രോഫിറ്റ് കണ്ടുപിടിക്കുന്നു എന്നുള്ളതാണ്. ഡബിൾ അക്കൗണ്ടിങ് പ്രകാരം എവരി ഡെബിറ്റ് ഹാസ് എ കറസ്പോണ്ടിങ് ക്രെഡിറ്റ് എന്നാണ് നമ്മളെ പഠിച്ചിരിക്കുന്നത്. എക്സാമ്പിൾ, ഒരു വ്യക്തി ഒരു ബിസിനസ് ആരംഭിക്കുമ്പോൾ ക്യാഷ് കൊണ്ടുവരുന്നു. അത് അയാളുടെ മുതൽ മുടക്കായിട്ട് ബിസിനസ്സിലോട്ട് പോകുന്നു. അത് 1,00,000 രൂപയാണെങ്കിൽ ക്യാഷ് അക്കൗണ്ടിനെ ഡെബിറ്റ് ചെയ്യുന്നത് 1,00,000 ആയിരിക്കും. ക്യാപിറ്റൽ അയാളുടെ പേരിലുള്ള മൂലധനത്തെ ക്രെഡിറ്റ് ചെയ്യുന്നതും 1,00,000 ആയിരിക്കും. അപ്പോൾ ഡെബിറ്റും ക്രെഡിറ്റും 1,00,000 വെച്ച് ഈക്വലാകുന്നു, അതായത് ടാലിയാകുന്നു, ഒരുപോലെയാകുന്നു. അപ്പോൾ ഡെബിറ്റും ക്രെഡിറ്റും അവിടെ വരുന്നു, രണ്ട് വശങ്ങളാണ് അവിടെ ഉള്ളത്. അവിടെ നമ്മളെ ആ ഡബിൾ എൻട്രി പ്രകാരം ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടൊക്കെ വരച്ച് ബാലൻസ് ഷീറ്റ് ചെയ്ത് ടാലിയാക്കുന്നു. അങ്ങനെയാണ് നമ്മുടെ കണക്ക് പോകുന്നത്. എന്നാൽ സിംഗിൾ എൻട്രി പ്രകാരം അതൊരു അൺസയൻറ്റിഫിക് മെത്തേഡാണ് സിംഗിൾ എൻട്രി എന്ന് പറയുന്നത്. അതിനകത്ത് നമ്മൾ ഒരു പ്രോഫിറ്റ് കണ്ടുപിടിക്കുന്നത് ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് വരച്ചല്ല, വെറും ഒരു സ്റ്റേറ്റ്മെൻറ്റ് എഴുതിയായിരിക്കും നമ്മൾ പ്രോഫിറ്റ് കണ്ടുപിടിക്കുന്നത്. ഇതാണ് സിംഗിൾ എൻട്രിയും ഡബിൾ എൻട്രിയും തമ്മിലുള്ള വ്യത്യാസം. ഇതിനെക്കുറിച്ച് ഞാൻ വിശദമായിട്ട് പറഞ്ഞു തരാം. അതിനു മുമ്പായി നിങ്ങൾ എനിക്ക് സബ്സ്ക്രൈബ് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ചെയ്യണം. ഒരു സിംഗിൾ എൻട്രി പ്രകാരം ഒരു സ്റ്റേറ്റ്മെൻറ്റ് എഴുതുന്നു. ആ സ്റ്റേറ്റ്മെൻറ്റ് പ്രകാരം കണക്കുകളെ കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യുന്നു. അതായത് ക്യാപിറ്റൽ അറ്റ് ദി എൻഡ്, ക്ലോസിംഗ് ക്യാപിറ്റൽ ആ വർഷം അവസാനത്തെ മൂലധനത്തിൻ്റെ കൂടെ ആ വർഷത്തെ ഡ്രോയിങ്സ് കൂട്ടണം. അതായത് ക്യാപിറ്റൽ അറ്റ് ദി എൻഡ് ഓർ ക്ലോസിംഗ് ക്യാപിറ്റൽ ആഡ് ഡ്രോയിങ്സ് ഡ്യൂറിങ് ദ ഇയർ. ആഡ് എഴുതുമ്പോൾ ഒരു അണ്ടർലൈൻ കൊടുക്കണം, കൂട്ടുക എന്നാണ്. ആ വർഷത്തെ പിൻവലിച്ച തുക കൂട്ടണം. ലെസ് അഡീഷണൽ ക്യാപിറ്റൽ, അഡീഷണലായിട്ട് മൂലധനം കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ അത് കുറയ്ക്കണം. ലെസ് ഓപ്പണിംഗ് ഓർ ഇൻട്രൊഡ്യൂസ്ഡ് ക്യാപിറ്റൽ, ആ ബിസിനസ് ആരംഭിച്ച സമയത്തെ മൂലധനവും കുറയ്ക്കണം. ഓപ്പണിംഗ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ഇൻട്രൊഡ്യൂസിങ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ ഏത് പേരിൽ വന്നാലും നിങ്ങളത് മൈനസ് ചെയ്യണം. അപ്പം പ്ലസിനെ ആഡ് ചെയ്യുക എന്നും, കൂട്ടുന്നതിനെ ആഡ് ചെയ്യുകയെന്നും കുറയ്ക്കുന്നതിനെ ലെസ് ചെയ്യുകയെന്നും എഴുതി അണ്ടർലൈൻ, ഓരോ ചെറിയ അണ്ടർലൈനും അതിന് കൊടുത്ത് ലാസ്റ്റിൽ കിട്ടുന്നതായിരിക്കും പ്രോഫിറ്റ്. ആ പ്രോഫിറ്റിനെ 2 വര കൊടുത്ത് നമ്മളിടണം. അങ്ങനെയാണ് ഒരു നെറ്റ് പ്രോഫിറ്റ് കണ്ടുപിടിക്കുന്നത് സിംഗിൾ എൻട്രി പ്രകാരം. അപ്പോൾ സിംഗിൾ എൻട്രി പ്രകാരം സ്റ്റേറ്റ്മെൻറ്റ് എഴുതി നമ്മളെ പ്രോഫിറ്റ് കണ്ടുപിടിക്കുന്നു. ഡബിൾ എൻട്രി പ്രകാരം ഡെബിറ്റും ക്രെഡിറ്റും എഴുതി നമ്മളെ പ്രോഫിറ്റ് കണ്ടുപിടിക്കുന്നു. അപ്പോൾ ഇത് ഒരു രണ്ട് രീതിയിൽ, ഒന്ന് സയൻറ്റിഫിക് മെത്തേഡാണ്. ഡബിൾ എൻട്രി എന്ന് പറയുന്നത് സയൻറ്റിഫിക് മെത്തേഡിലുള്ള കണക്ക് കൂട്ടലാണ്. ഡെബിറ്റും ക്രെഡിറ്റും എഴുതി ടാലിയാക്കി ചെയ്തു പോകുന്നത്. സിംഗിൾ എൻട്രി അൺസയൻറ്റിഫിക് ആയിട്ടുള്ളതാണ്. വെറുതെ സ്റ്റേറ്റ്മെൻറ്റ് പെട്ടെന്ന് കണക്ക് കൂട്ടാം, കൂട്ടിയും കുറച്ചും കണ്ടുപിടിച്ച് നമ്മളെ പ്രോഫിറ്റ് എഴുതുന്നത്. ഇങ്ങനെയുള്ള ഒരു മാന്ത്രികമാണ് അക്കൗണ്ടിങ്ങിൽ നമ്മളെ പഠിക്കുന്നത്. അപ്പം നമ്മൾക്ക് സാധാരണയായിട്ട് വെറുതെ കണക്ക് ചെയ്യുന്നവർക്ക് സിംഗിൾ എൻട്രി കൂട്ടിയും കുറച്ചും എടുത്താൽ മതി. എന്നാൽ സയൻറ്റിഫിക്കായിട്ട് ചെയ്യുമ്പോൾ നമ്മൾ ട്രയൽ ബാലൻസ് എഴുതി 2 വശവും ഈക്വലാക്കി ആ ട്രയൽ ബാലൻസ് വഴി ഡെബിറ്റും ക്രെഡിറ്റും എഴുതി ഇൻകത്തെ ക്രെഡിറ്റ് ചെയ്തു, എക്സ്പെൻസിനെ ഡെബിറ്റ് ചെയ്തു, അസറ്റ് എല്ലാം റൈറ്റ് സൈഡിൽ എഴുതി, ലയബിലിറ്റിയും ക്യാപിറ്റലും ലെഫ്റ്റ് സൈഡിൽ എഴുതി 2 വശവും ടാലിയാക്കിയൊക്കെ ചെയ്യുന്ന മെത്തേഡ് സയൻറ്റിഫിക് മെത്തേഡ്. അപ്പം നമ്മുടെ അക്കൗണ്ടിങ്ങിൽ 2 മാന്ത്രികമായിട്ടാണ് കണക്കാക്കുന്നത്. ഒന്ന് ഡബിൾ അക്കൗണ്ട് സിസ്റ്റം, ഒന്ന് സിംഗിൾ എൻട്രി സിസ്റ്റം. സിംഗിൾ എൻട്രി വെറുതെ കണക്കെഴുതി പോവുക. പെട്ടെന്ന് നമുക്ക് മനസ്സിൽ ഉച്ചരിച്ചുകൊണ്ട് ആഡ് ചെയ്യുകയും ലെസ് ചെയ്യുകയും ചെയ്യാം. ഇല്ലാത്ത ഐറ്റം നമുക്ക് മനസ്സിൽ കണ്ടുകൊണ്ട് തന്നെ അപ്പുറവും ഇപ്പുറവും ഇപ്പം കുറേ എങ്ങനെ ഒരു ക്യാപിറ്റൽ കണ്ടുപിടിക്കാം, ക്ലോസിങ് ക്യാപിറ്റൽ എങ്ങനെ കണ്ടുപിടിക്കാം, ഓപ്പണിംഗ് ക്യാപിറ്റൽ എങ്ങനെ കണ്ടുപിടിക്കാം, അസറ്റ്
റൈറ്റ് സൈഡിൽ എഴുതി, ലയബിലിറ്റിയും ക്യാപിറ്റലും ലെഫ്റ്റ് സൈഡിൽ എഴുതി, ഡിഫറൻസ് ക്യാപിറ്റലായിട്ട് നമുക്ക് കണ്ടുപിടിക്കാം. ഇങ്ങനെയാണ് നമ്മൾ ഡബിളും സിംഗിളും അക്കൗണ്ട് ചെയ്യുന്നത്. ഇതുപോലെയുള്ള അടുത്ത ഒരു ട്രിപ്പുമായിട്ട് ഒരു ടിപ്പ് ആൻഡ് ട്രിക്സുമായിട്ട് അടുത്ത ക്ലാസ്സിൽ നമുക്ക് കണ്ടുമുട്ടാം. ഞാൻ ഇതിനോട് മുന്നോടിയായിട്ടിരുന്ന തമ്പനെയിലിനകത്ത് ഇതിനെ ഹിൻഡ് ചെയ്യുന്ന സൂചിപ്പിക്കുന്ന പടങ്ങളും ടെക്സ്റ്റുകളും ഉണ്ട്. അത് നിങ്ങൾ നോക്കി മനസ്സിലാക്കണം. സംശയമുള്ളതിനോട് ചോദിച്ചാൽ ഞാൻ അതിന് ആൻസറും തരുന്നതായിരിക്കും. അടുത്ത ക്ലാസ്സിൽ കാണാം.